Hi, hello, welcome to my channel. എൻ്റെ പേര് Amal. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റീപ്പറിൽ എങ്ങനെ നമുക്ക് ഫയൽ എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് സോഫ്റ്റ്വെയറിലെ പോലെ നമുക്ക് ഇതിനകത്ത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. പകരം ഇതിനകത്ത് റെൻഡർ എന്നാണ് പറയുന്നത്. അതിവിടെ ഫയലിൽ പോയിട്ട് റെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ആർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓൾട്ട് ആർ ആണ്. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോഴ്സ് എന്നുള്ളത് നമ്മൾ മാസ്റ്റർ മിക്സ് ആണ് കിടക്കുന്നത്. മാസ്റ്റർ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെഷനിൽ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ പ്ലഗിൻസ് ഇട്ടുണ്ടോ അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് നമുക്കൊരു ഫയലായിട്ട്, സിംഗിൾ ഫയലായിട്ട് നമുക്ക് കിട്ടുന്നതിനാണ് മാസ്റ്റർ മിക്സ് എന്ന് പറയുന്നത്. അതേസമയം സ്റ്റെംസ് എന്ന് പറയുന്നത് ആ സെലക്റ്റഡ് ആയിട്ടുള്ള ട്രാക്സ്, നമ്മൾ കുറച്ച് ട്രാക്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റെംസിൽ വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെലക്റ്റഡ് ട്രാക്സ് മാത്രം ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ മാസ്റ്റർ മിക്സ് പ്ലസ് സ്റ്റെംസ് എന്ന് പറയുന്നത് മാസ്റ്റർ മിക്സും കിട്ടും, പ്ലസ് അതിൻ്റെ സ്റ്റെംസ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം നമുക്ക്. സ്റ്റെംസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽ ട്രാക്സിനെയും നമുക്ക് ഒരു സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് നമുക്ക് തരും, പ്ലസ് നമുക്കൊരു മാസ്റ്റർ മിക്സും തരും. അങ്ങനെയാണ്. പിന്നെ സെലക്റ്റഡ് ട്രാക്സ് വയ മാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ട്രാക്സ് എല്ലാം മാസ്റ്ററിൽ നമ്മൾ എന്തെങ്കിലും പ്ലഗിൻ ഇട്ട് നമ്മൾ മാസ്റ്റർ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലഗിൻസിൽ കൂടെ കയറി പോയിട്ടാണ് നമുക്ക് ആ എഫക്ട്സ് പ്രോസസ്സ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ടാണ് നമുക്ക് സെലക്റ്റഡ് ട്രാക്ക് വയ മാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ റീജിയൻ റെൻഡർ മെട്രിക്സ്. റീജിയൻ റെൻഡർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്റ്റഡ് റീജിയൻ മാത്രം റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സെലക്റ്റഡ് മീഡിയ ഐറ്റംസ്, നമ്മൾ ഒരു മീഡിയ ഐറ്റം, അതായത് ഒരു ക്ലിപ്പ് മാത്രമാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ സെലക്റ്റഡ് മീഡിയ ഐറ്റംസ് കൊടുക്കാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും നമുക്കത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ട്രാക്സ് ആയിട്ട് വേണ്ട, നമുക്ക് ആ ട്രാക്കിലുള്ള 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള കേസസിലാണ് നമ്മളിത് ഉപയോഗിക്കുക. പിന്നെ സെലക്റ്റഡ് മീഡിയ ഐറ്റംസ് വയ മാസ്റ്റർ, അതായത് ആ സെയിം ക്ലിപ്സിനെ നമുക്ക് മാസ്റ്റർ കൂടെ കടത്തി വിട്ട് എഫക്ട്സ് പ്രോസസ്സ് ചെയ്ത വേർഷനും നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. പിന്നെ റൈസർ എഡിറ്റ് ഏരിയാസ് എന്നുള്ള ഓപ്ഷനാണ്. ഈ റൈസർ എഡിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈസർ ടൂൾ ഞാൻ ഉപയോഗിക്കുന്നത് പ്രീവിയസ് ഒരു വീഡിയോ, അതിനുവേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പോയി കാണുക. ഈ ഡെഡിക്കേറ്റഡ് വീഡിയോയ്ക്കകത്ത് ഞാൻ റൈസർ ടൂളിലെ എല്ലാ ഉപയോഗങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ റൈസർ സെലക്ഷൻ ചെയ്തിട്ടുള്ള ഏരിയാസ് മാത്രം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനെയാണ് ഈ റൈസർ എഡിറ്റ് ഏരിയാസ് എന്നുള്ള ഈ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ റൈസർ എഡിറ്റ് ഏരിയ വയ മാസ്റ്റർ, അതും സെയിം തന്നെ, വിത്ത് എഫക്ട്സ് വേണമെങ്കിൽ ഈ വയ മാസ്റ്റർ. ഈ വയ മാസ്റ്റർ എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് മാസ്റ്റർ കൂടെ കടത്തി വെട്ടിയെടുക്കാനുള്ള എക്സ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ റെൻഡർ എന്നാണ്. അപ്പോൾ റെൻഡർ ചെയ്യുന്ന ഓപ്ഷൻസ്, സോഴ്സ് എങ്ങനെയാണ്, ഏത് സോഴ്സിനെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോർമൽ പ്രിവ്യൂവിനൊക്കെ ആണെങ്കിൽ മാസ്റ്റർ മിക്സ് തന്നെ എടുത്താൽ മതി. ബാക്കി നമ്മൾ മിക്സിങ്ങിനെ കൊടുക്കുമ്പോഴാണ് മാസ്റ്റർ മിക്സ് പ്ലസ് സ്റ്റെംസ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് വെച്ചിരിക്കുന്ന ട്രാക്കിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് ജസ്റ്റ് അവർക്കൊന്ന് പ്രിവ്യൂ ചെയ്യാനും പ്ലസ് അവർക്ക് മിക്സ് ചെയ്യാനുള്ള ട്രാക്സും കൊടുക്കുന്നതിനെയാണ് മാസ്റ്റർ മിക്സ് പ്ലസ് സ്റ്റെംസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. സ്റ്റെംസ് മാത്രമാണെങ്കിലും കൊടുക്കാം. മാസ്റ്റർ മിക്സ് നിങ്ങളുടെ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സെലക്റ്റഡ് ട്രാക്സ് മാത്രം എന്തെങ്കിലും കൊടുക്കുന്ന വഴിക്ക് മിസ്സായി പോവുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറപ്ഷനോ എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ട്രാക്സ് മാത്രം എടുക്കാനാണ് സ്റ്റെംസ് ഉപയോഗിക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എപ്പോഴും യൂസ് വരുന്ന ഒരു കാര്യങ്ങളല്ല, അത് ഓരോ സിറ്റുവേഷൻ വൈസാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നമുക്ക് ആ ഓപ്ഷനിലൊക്കെ പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഓപ്ഷൻസാണ്: മാസ്റ്റർ മിക്സ്, സ്റ്റെംസ്, മാസ്റ്റർ മിക്സ് പ്ലസ് സ്റ്റെംസ്. ഈ 3 ഓപ്ഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഏരിയ അതിനകത്ത് വേണമെന്നുള്ളത്, അതായത് കസ്റ്റം ടൈം റേഞ്ച് കൊടുക്കാം. നമുക്ക് സെലക്റ്റഡ് ടൈം ടു ഒരു സ്റ്റാർട്ട് ടൈം, റൺ ടൈം കൊടുത്തിട്ട് ആ ഒരു ഏരിയയിലുള്ള അത്രയും ഭാഗം മാത്രം എക്സ്പോർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എൻ്റയർ പ്രോജക്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഫുൾ പ്രോജക്റ്റിൽ എവിടെയൊക്കെ എന്തൊക്കെ ഫയലുണ്ടോ അതെല്ലാം എക്സ്പോർട്ട് ആവും. ടൈം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെലക്റ്റഡ് ടൈമിൽ മാത്രം, ഈ ടൈം റേഞ്ച് പോലെ തന്നെ. പ്രൊജക്റ്റ് റീജിയൻസ് ഉണ്ട്. അത് റീജിയൻസ്, പ്രൊജക്ട്സിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന റീജിയൻസ് സെലക്ട് ചെയ്തിട്ട്, പിന്നെ സെലക്റ്റഡ് റീജിയൻസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തേക്കുന്നത് മാത്രമേ വരുള്ളൂ. പ്രൊജക്റ്റ് റീജിയൻസ് പറഞ്ഞാൽ പ്രൊജക്റ്റിലുള്ള എല്ലാ റീജിയൻസും വരും. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ഇവിടെ പ്രീസെറ്റ് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ്, ബൗൺസ് ആൻഡ് ഔട്ട്പുട്ട് പാറ്റേൺ, ഫയൽ നെയിം. അതിനകത്തൊക്കെ നമ്മളിപ്പോൾ ഒന്നുമില്ല, സേവ് ചെയ്തിട്ടില്ല. ഞാൻ സേവ് ചെയ്ത് വെക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്ത് വെക്കാം. സ്ഥിരമായിട്ട് ഒരേ സെറ്റിങ്സിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്കൊരു വീഡിയോ വേണം, അല്ലെങ്കിൽ ഓഡിയോ വേണം, ഓഡിയോ MP3 അല്ലെങ്കിൽ നമുക്ക് വേവ് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെറ്റിങ്സൊക്കെ നമുക്ക് ഒരുമിച്ച് സേവ് ചെയ്ത് വെക്കാം. അതിനെപ്പറ്റി പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിന് മുമ്പുള്ള ഈ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കസ്റ്റം റേഞ്ച് കൊടുത്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. പിന്നെ ടെയിൽ എന്ന് പറയുന്നത് ആ റിവേർബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടെയിലും കൂടെ വന്നിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇതിനെ പറ്റിയാണ്.
എൻറ്റയർ പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ കൊടുക്കുക. മാസ്റ്റർ മിക്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കൊരു ട്രാക്സ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണിത്. അപ്പോൾ ഡയറക്ടറി എന്നാണ് ആദ്യത്തെ ഔട്ട്പുട്ട് ഓപ്ഷൻ കിടക്കുന്നത്. ഡയറക്ടറിയിൽ ബ്രൗസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ പ്രീവിയസ്ലി സേവ് ചെയ്ത ഏതെങ്കിലും ലൊക്കേഷൻ ആണെങ്കിൽ ഇവിടെ കാണിക്കും. ഏതെങ്കിലും മറ്റേതെങ്കിലും ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ഫോർ ഡയറക്ടറി കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഡയറക്ടറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫയൽ നെയിമാണ് ചോദിക്കുന്നത്. ഫയൽ നെയിം എന്ന് പറയുന്നത് വൈൽഡ് കാർഡ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഒന്നെങ്കിൽ ഇവിടെ അൺടൈറ്റിൽ മാറ്റി നമ്മുടെ പേരോ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പേരോ കൊടുക്കാം. പക്ഷേ വൈൽഡ് കാർഡിൽ പോയിട്ട് പ്രൊജക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പ്രൊജക്ട്സ്, ഇപ്പം നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ഹൈഫനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഹൈഫൻ പ്രൊജക്റ്റ് നെയിം കഴിഞ്ഞ് സ്പേസ് ഒരു ഹൈഫൻ സ്പേസ് ഡേറ്റ് ടൈം, ഇങ്ങനെയായിരിക്കും നമ്മുടെ സെഷൻ്റെ പേര് വരിക, ജനറേറ്റ് ആവുക. നമുക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസും കൂടെ ഇതിനകത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഈ നെയിമിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് വെക്കാം. 2 എന്ന് പറയുന്നത് നമ്മൾ ഫയൽ സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ എത്ര ഫയൽസ് എന്നുകൊണ്ട് കാണിക്കും. ഒരു ഫയലാണ് ഒറ്റ ഫയൽ എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരും ഇവിടെ. പിന്നെ അത് റെൻഡർ ചെയ്യുന്ന ലൊക്കേഷൻ എങ്ങോട്ടാണെന്നുള്ളത് ഇപ്പോൾ ഡയറക്ടറി നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഓപ്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സാമ്പിൾ റേറ്റ് ഉണ്ട്. സാമ്പിൾ റേറ്റ് 41 മാറ്റി നമുക്ക് 48 ഇടാം. ഇതിപ്പം 8000 to 192 വരെ ഉണ്ട്. സ്റ്റീരിയോ എന്നുള്ളത് നമുക്ക് മോണോ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. 4 എന്ന് പറയുന്നത് ക്വാഡാണ്. 6 എന്ന് പറയുന്നത് 5.1 ആണ്. 8 എന്ന് പറയുന്നത് 7.1 ആണ്. അത് നമുക്ക് സ്റ്റീരിയോ ആണ് ആവശ്യം. നമ്മളിപ്പോൾ സറൗണ്ടിലാണ് മിക്സ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ട്രാക്ക് വിത്ത് ഒൺലി മോണോ മീഡിയ ടു മോണോ ഫയൽസ് അതെന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ഞാൻ ടോട്ടൽസ് കണ്ടിട്ടില്ല. അതായത് സ്റ്റീരിയോ ഫയൽസിനെ സ്റ്റീരിയോ ആയിട്ടും മോണോ ഫയൽസിനെ മോണോ ആയിട്ടും എക്സ്പോർട്ട് ചെയ്യത്തില്ല. അതിൽ ഇൻ്റർലീവ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സ്റ്റീരിയോ ട്രാക്കായിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മൾ പാടി വെച്ചേക്കുന്ന പാട്ട് വോക്കൽസ് പോലും സ്റ്റീരിയോ ട്രാക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് നല്ല ഓപ്ഷൻസ് ഇവർ തരുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് റീപ്പർ കൂടുതൽ താല്പര്യം ഉപയോഗിക്കാൻ. മൾട്ടി ചാനൽ ട്രാക്സ് ടു മൾട്ടി ചാനൽ ഫയൽസ്, മൾട്ടി ചാനലായിട്ടുള്ള ട്രാക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത് രണ്ടും ടിക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ പ്രൈമറി ഔട്ട്പുട്ട് ഫോർമാറ്റും സെക്കൻഡറി ഔട്ട്പുട്ട് ഫോർമാറ്റുമാണ്. പ്രൈമറി ഔട്ട്പുട്ട് ഫോർമാറ്റിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് വേവ് ഫയൽ ഔട്ട്പുട്ട് ആണെങ്കിൽ വേവ് കൊടുക്കാം. അതല്ലെങ്കിൽ AFF, MP3, വേവ് പാക്ക്, OGG അങ്ങനെ ഇഷ്ടംപോലെ ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ ഉള്ള ഫയലാണ്. നമുക്ക് മെയിൻലി ഒരു പ്രിവ്യൂ ആണ് ആദ്യം അടിക്കേണ്ടത്, വീഡിയോയുടെ പ്രിവ്യൂ ആണ് അടിക്കേണ്ടത്. ഒരു സൗണ്ട് ഡിസൈൻ വർക്കൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് MP4 മൂവി അത് കൊടുക്കാൻ പറ്റും. അത് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രെയിം റേറ്റ് കാര്യങ്ങൾ റെസൊല്യൂഷൻ ഫ്രെയിം റേറ്റ് കൊടുത്തിട്ട് വീഡിയോ കോഡൊക്കെ H.264 തന്നെ ഉണ്ട്. ഓഡിയോ കോഡൊക്കെ നമുക്ക് AAC മാത്രമേ ഉള്ളൂ. അതിൻ്റെ KBBS വേണമെങ്കിൽ കൂട്ടാൻ പറ്റും, പക്ഷെ അന്നേരം ഫയൽ സൈസ് കൂടും. പിന്നെ സെക്കൻഡറി ഫോർമാറ്റ് നമുക്കൊരു MP3 കൂടെ വേണം ഓഡിയോ ഫയലായിട്ട്. അപ്പോൾ അതും കൂടെ ഒരു ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു മെയിനായിട്ട് ഒരു പ്രിവ്യൂ ഔട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് വീഡിയോയും വിത്തൗട്ട് വീഡിയോയും നമുക്ക് ഒരേ സമയം എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വേറെ ഗുണം. വേവും ഇതുപോലെ തന്നെ വേവ് MP3 നമുക്ക് ഒരേ സമയം എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള സെറ്റിങ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ MOTU ഓഡിയോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അതായത് ടെമ്പോ അതിനകത്ത് MP ചെയ്ത് കഴിയുമ്പോൾ വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് ഇത് ട്രാക്ക് ചെയ്തിടുമ്പോൾ അവർ ചോദിക്കും ഇതാണ് ഇതിൻ്റെ ടെമ്പോ, ഇതിലേക്ക് ആഡ് ചെയ്യണോ അതോ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ടെമ്പോയിലേക്ക് ആഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ. അത് നമുക്ക് ലോജിക്കൽ എക്സ്പെഷ്യലി ലോജിക്കൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് അങ്ങനെ MP ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ MOTU ടെമ്പോ കൊടുക്കാം. പിന്നെ ക്യൂഡ് റെൻഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യൂ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ റെൻഡർ ചെയ്യേണ്ട നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ പിന്നെ റെൻഡർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എക്സ്പോർട്ട് അല്ലെങ്കിൽ റെൻഡർ സെറ്റിങ്സിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റെൻഡർ എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആവും. ഇത് അവൈലബിൾ ഇപ്പോൾ ആവാത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാക്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ട്രാക്സ് അല്ലെങ്കിൽ ടൈം ലൈനിൽ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുക ഇങ്ങനെ, എന്നാൽ മാത്രമേ അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓഫ് ഫയൽസ് ആണ് കാണിക്കുന്നത്. ഈ റെൻഡർ ചെയ്ത ഐറ്റം നമുക്ക് പിന്നെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെൻഡേർഡ് ഐറ്റം ടു ന്യൂ ട്രാക്സ് ഇൻ പ്രൊജക്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡു നോട്ട് റെൻഡർ ഫയൽ ദാറ്റ് ആർ ലൈക്ലി സൈലന്റ്, അത് കൊടുത്തു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ള ഫയൽസ് ഒന്നും റെൻഡർ ചെയ്യില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടൈം ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ഈ സെറ്റിങ്സിലായിരിക്കും വരുന്നത്. ഫയൽ കഴിഞ്ഞ് ഒന്നുകൂടെ റെൻഡർ എടുത്തു, സെയിം സെറ്റിങ്സിലാണ് ഇപ്പോഴും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പോർട്ട് അല്ലെങ്കിൽ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷനിലുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.